നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. കളറും മാറ്റം വരുമ്പോൾ പിള്ളേർക്കും അതൊരു ഇഷ്ടമാകുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു പാനിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1 സ്പൂൺ പഞ്ചസാരയും പാകത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അതേ സമയം ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഒരു ഏത്തപ്പഴം ആവിയേറ്റിയെടുക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളിലോട്ട് അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഏത്തപ്പഴം വെന്ത് വന്നപ്പോഴേക്കും അത് നല്ലപോലെ ഒന്ന് കയ്യിൽ കൊണ്ട് ഉടച്ചിട്ട് ഈ അരിപ്പൊടിയിലോട്ട് ഇട്ട് പാകത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സേവാനായിൽ ഇത് നിറച്ചു കൊടുത്തിട്ട് അത് കട്ടയില്ലാതെ മിക്സ് ചെയ്യണം കേട്ടോ ഏത്തപ്പഴം. കാരണം അല്ലെങ്കിൽ ഇതിന് വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ദേ അതൊക്കെ നിറച്ചു കൊടുത്തിട്ട് കുറച്ച് തേങ്ങ ഇത്തിരി പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വാഴയിലോട്ട് അതൊന്ന് നിരത്തി കൊടുത്തിട്ട് കുറച്ച് ഇത് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് വീണ്ടും അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ആവിയേറ്റി എടുത്താൽ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. ഒരു ചായ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ കഴിക്കാനിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടൊന്ന് ആവിയേറ്റി എടുക്കട്ടെ കേട്ടോ. ഒന്ന് ആവിയേറ്റി എടുത്തതിന് ശേഷം നല്ല അടിപൊളി തേങ്ങാപ്പാൽ, കുറുകിയ തേങ്ങാപ്പാലും പഞ്ചസാര ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. കുട്ടികളെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കയ്യിലെടുക്കാം കേട്ടോ. ചില പിള്ളേർക്ക് ഭക്ഷണം കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള പിള്ളേർക്ക് ഇങ്ങനെ കാണുമ്പോൾ അതൊരു ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.